ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. കശ്യപഗോത്രത്തിൽ ജനിച്ചവനും മഹാദ്യുതി അങ്ങേയറ്റം ദ്യുതി ശോഭയോടുകൂടിയ ഭാസ്കരനെ സൂര്യനെ ഞാൻ പ്രണമിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ആദ്യത്തെ ശ്ലോകമാണിത്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള സഞ്ചാരവും അത് മേടം മുതൽ 12 രാശിക്കാരെ എപ്രകാരം ബാധിക്കുന്നു എന്ന ശുഭാശുഭ ഫലങ്ങളുമാണ്. കഴിഞ്ഞ മാസം മേടമാസം സൂര്യൻ ഉച്ചത്തിലായിരുന്നു മേടൻ രാശിയിൽ പ്രവേശിച്ചത്. സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം. മേടം 10 ആണ്, 10-ാം ഉദയം അത്യുച്ഛം കഴിഞ്ഞ് ഇതാ സൂര്യൻ മേടം 31-ാം തീയതി ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മേടമാസം 31-ാം തീയതി അർദ്ധരാത്രി, അതായത് 1200 ഇടവമാസം 1-ാം തീയതി, നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2025 മെയ് മാസം 15-ാം തീയതി കാലത്ത് പുലർച്ചെ 12:15 ഇടവരവി സംക്രമം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ പ്രവേശിക്കുന്നത് ഇടവ മാസത്തിലാണ്, ഇടവൻ രാശിയിലാണ് പ്രവേശിക്കുന്നത്. ഇടവൻ രാശി സൂര്യൻ്റെ ശത്രുക്ഷേത്രമാണ്, അത് ശുക്രക്ഷേത്രമാണ്. സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ശത്രു മന്ദസിതൗ. മന്ദനാരാണ്? ശനിയാണ്. തൻ്റെ സ്വന്തം പുത്രനാണ് ശനി. പിന്നീടോ ശുക്രൻ. ഈ 2 ഗ്രഹങ്ങളുമാണ് പരമമായ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ മിത്രശത്രു ഭേദങ്ങളിൽ. അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. പക്ഷെ ആദ്യമായി ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രന് ആശ്രയഫലം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോരാചാര്യർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യുത് കുശലശ്ച ഗേയവാദ്യേ. വസ്ത്രസുഗന്ധ പണ്യജീവി, ഇയാൾ പണ്യജീവി, വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും, ജീവിക്കും. വസ്ത്രസുഗന്ധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അപ്രകാരം സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ, അത് സ്പ്രേയൊക്കെ ആകാം. പിന്നീട് വസ്ത്രം, കമ്പിളിയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് സൂര്യന്. സൂര്യൻ്റെ തൊഴിൽ വിഭാഗം ചിന്തിക്കുമ്പോൾ, കർമ്മവിഭാഗം ചിന്തിക്കുമ്പോൾ, അതിനാൽ വസ്ത്രവ്യാപാരം സൂര്യനുമായി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ട് അതൊക്കെ. ഇവിടെ വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും വിറ്റ് കാശുണ്ടാക്കും എന്നൊരു ഫലം, ജീവിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. വനിതാദ്യുത്, സ്ത്രീകളുമായി ദ്വേഷിക്കും, തനിക്ക് സ്ത്രീകളുമായി ശത്രുത വരും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇടവമാസക്കാലം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം, ശത്രുത വരും. കുശലശ്ച ഗേയവാദ്യേ, അയാൾ സംഗീതാദി കലകളിൽ നിപുണനാകും. ഗേയം മീൻസ് ഗാതും യോഗ്യം ഗേയം, അല്ലേ? പാടുവാൻ യോഗ്യമായതിനെയാണ് ഗേയം എന്ന് പറയുക. എന്താണ് പേയം? പാതും യോഗ്യം പേയം, കുടിക്കുവാൻ യോഗ്യമായതാണ് പേയം അഥവാ പാനീയം എന്ന് പറയുന്നത്. പാനീയം. ഇവിടെ ഗാതും യോഗ്യം, സംഗീതവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഗേയം എന്ന് പറയുന്നത്. സംഗീതപ്രേമികൾക്ക്, പുതുതായി സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ഇടവ മാസം. പ്രത്യേകിച്ച് സൂര്യൻ ശിവനാണ് സംഗീതത്തിൻ്റെ അധിപതി. സാമവേദത്തിൽ മുഴുവനും ശിവനെപ്പറ്റി, സംഗീതത്തെപ്പറ്റി, ശിവൻ്റെ നൃത്തത്തെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട്. പാണിനി തൻ്റെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ശിവൻ്റെ നൃത്തവും ആ ഢക്കയിൽ നിന്നും വന്ന 14 മാഹേശ്വര സൂത്രങ്ങളും സ്വപ്നത്തിൽ ദർശിച്ചിട്ടാണ്. നൃത്താവസാനേ നടരാജരാജഹ നനാദ ഢക്കാം നവപഞ്ചവാരം. 14 തവണ ഢക്ക അദ്ദേഹം ഉടുക്ക് കൊട്ടി നൃത്തത്തിൻ്റെ അവസാനത്തിൽ. അതാണ് മാഹേശ്വര സൂത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായിയായി പാണിനി മഹർഷി രചിച്ചത്. അവിടെ മോട്ടിവേഷൻ, പ്രേരണ, സ്വപ്ന ദർശനമാണ് ശിവനെ. ഈ മാഹേശ്വര സൂത്രങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമായി മാറിയത്.
14 സൂത്രങ്ങൾ അയുൺ റിലിക് യയോങ് അയ്യൗച്ച് ഹയവരട്ട് ലണ് ഞമങ്ങണനം ജബന്ത് ഘടദഷ് ജപഘടദഷ് കഭ ഛടദവ് കബയി ഷഷസർ ഹല് ഇതാകുന്നു മാഹേശ്വര സൂത്രം. അതിനാൽ സംഗീതപ്രേമികൾക്ക്, സംഗീതം അഭ്യസിക്കുന്നവർക്ക്, വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇടവമാസത്തിലെ 30 ദിനങ്ങൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഉപയോഗപ്പെടുത്തുക. വിദ്യക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാകുന്നു തിരുവാതിര. ബാക്കിയൊരു ശുഭകാര്യത്തിനും തിരുവാതിര ആചാര്യർ സ്പർശിച്ചിട്ടില്ല തന്നെ. ഏതായാലും നമുക്ക് മേടമാസം മുതൽ മീനം മാസം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് ഈ സൂര്യൻ ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഏവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം, ആ രാശി സഞ്ചാരം മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് അതെപ്രകാരം ചിങ്ങൻ രാശിക്കാരെ സ്വാധീനിക്കും, ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരം സംഭവിക്കുമെന്ന വിഷയമാകുന്നു. മകംപൂര ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങം രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ആദിത്യൻ 10ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ലഗ്നാധിപനായ ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യനാണ് 10ാം ഭാവത്തിൽ നിൽക്കുന്നത്. സൂര്യൻ 10ാം ഭാവത്തിൽ വളരെയധികം പവർഫുള്ളാണ്, ബലവാനാണ്. ഊർജസ്വി ജനവല്ലഭോ ദശമകെ സൂര്യ മഹത്കാര്യം സാധയതി. വളരെയധികം ഊർജ്ജസ്വലതയും ജനവല്ലഭ, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുമാകും. മഹത്കാര്യം സാധയതി, വലിയ വലിയ മഹത്തായ കാര്യങ്ങൾ അദ്ദേഹത്തിന് സാധിച്ചെടുക്കാൻ പറ്റും എന്ന അതിശക്തമായ സന്ദേശം 10ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ നൽകുന്നു. 10ാം ഭാവത്തിൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ഒരേ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുത ശൗര്യഭാഗ് ഖേ, ഖേ ഖം എന്നാൽ 10ാം ഭാവം. വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലമാണ്. ശ്രുത ശൗര്യഭാഗ്, ശൗര്യത്തെ ഭജിക്കും, ശൂരത പ്രകടിപ്പിക്കും. ശ്രുതം ശാസ്ത്ര ജ്ഞാനം അദ്ദേഹം പ്രകടിപ്പിക്കുമെന്നൊരു വലിയ ഫലം പറഞ്ഞിരിക്കുന്നു വരാഹമിഹിര ആചാര്യൻ. അതിനാൽ 10ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നിശ്ചയമായും ചിങ്ങൻ രാശിക്കാർക്ക് വളരെയധികം നിർണായകമായ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. കഴിഞ്ഞ ഒരു മാസം 9ാം ഭാവത്തിലായിരുന്നു സൂര്യൻ. ക്രിയാതുംഗതാം, ജോലിയിൽ ഉയർന്ന അവസ്ഥയെ പ്രാപിക്കുമെന്ന് ഫലം പറഞ്ഞു. അതിൻ്റെ ഗുണപരമായ അവസ്ഥ ഇതാ ഇവിടെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പ്രദാനം ചെയ്യും. അതിശക്തമാകുന്നു 10ാം ഭാവത്തിലെ സൂര്യൻ്റെ അവസ്ഥ. ദിഗ്ബലവാനാണ് 10ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയ്ക്കും. അതിനാൽ ശാരീരിക വിഷയത്തിൽ നാം കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. വാഹനാപകടം ശ്രദ്ധിക്കണം. അധോമുഖ രാശിയാണ്. സൂര്യൻ്റെ ആശ്രയഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടവൻ രാശിയിലെ സൂര്യൻ്റെ ആശ്രയ ഫലം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യുത്കുശലശ്ച ഗേയവാദ്യേ. ശുക്രക്ഷേത്രത്തിലെ സൂര്യൻ വളരെയധികം കലാരംഗത്ത് ശോഭിക്കും, കലാവാസനകൾ പ്രകടമാക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. വസ്ത്രസുഗന്ധ പണ്യജീവി, അയാൾ സുഗന്ധദ്രവ്യങ്ങളും അല്ലെങ്കിൽ സ്പൈസസുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അതിൻ്റെ എസൻസ്, അതിൻ്റെ സത്തുകൾ, അതുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയത്തിൽ വ്യാപൃതനാകും. വസ്ത്രവ്യാപാരത്തിലും അയാൾ വളരെയധികം ശോഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ കർമ്മമേഖലയിൽ നിൽക്കുന്ന 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ലഗ്നാധിപനായ ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ നല്ല നന്മയെ പ്രദാനം ചെയ്യും ചിങ്ങം രാശിക്കാർക്ക്. ഇവിടെ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും വളരെ ഗുണകരമായ ഫലമാകുന്നു. പ്രയാദോംശുമാൻ യസ്യ മേഷൂരണയസ്യ ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ. അംശുമാൻ മേഷൂരണേ പ്രയാദ. മേഷൂരണം എന്നാൽ 10ാം ഭാവത്തിൽ പ്രയാദ വരുന്ന സമയത്ത് ശ്രമസിദ്ധിത, തൻ്റെ എല്ലാ പരിശ്രമങ്ങൾക്കും സിദ്ധിയുണ്ടാകുന്നു. രാജതുല്യോ നരസ്യ, രാജാവിന് തുല്യനായ മനുഷ്യനായി അദ്ദേഹം ഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ അധികാരമാണ്. അതിനാൽ തൻ്റെ പേഴ്സണാലിറ്റി, തൻ്റെ വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി ഇതൊക്കെ കാത്തു രക്ഷിച്ചുകൊണ്ട് അധികാരം, പവർ കേന്ദ്രീകൃതമായി തന്നിലേക്ക് നയിക്കുവാൻ ഈ സൂര്യൻ വളരെയധികം സഹായകരമാകുന്നു. ഇവിടെ ഗവൺമെൻറ് ബോഡീസുമായി ബന്ധപ്പെടുന്ന ചെയർമാൻഷിപ്പാകാം, അല്ലെങ്കിൽ വലിയ വലിയ
പദവികൾ ഇതൊക്കെ തന്നെ തേടിയെത്തും. കഴിഞ്ഞ മേടമാസം ഇതിനു വേണ്ടി പ്രയത്നിച്ച വ്യക്തികൾക്കൊക്കെ തന്നെ അതിന് ഗുണപരമായ ഫലം വരുന്ന മാസമാണ് ഇടവ മാസവും. പിന്നെ അത് കഴിഞ്ഞ് മിഥുനത്തിൽ 11ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന മാസവും സ്വതവേ ചിങ്ങൻ രാശിക്കാർക്ക് 90 ദിവസം നന്മകൾ പ്രദാനം ചെയ്യും. മേടം, ഇടവം, മിഥുന മാസം. എന്തുകൊണ്ട്? മേടം സൂര്യൻ്റെ ഉച്ചരാശിയാണ്. ആ ഉച്ചരാശിയിൽ താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കർമ്മമേഖലയിൽ ഗുണം വരും. 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 11ാം ഭാവത്തിൽ അതിൻ്റെ അംഗീകാരങ്ങളും അതിൻ്റെ ലാഭവും വരും എന്നൊരു പ്രത്യേകതയുണ്ട് ചിങ്ങൻ രാശിക്കാർക്ക് 9, 10, 11 ഭാവങ്ങളിൽ സൂര്യൻ നിൽക്കുമ്പോൾ. പിന്നീട് 10ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജനന്യാസ്ഥിത യാതനാമാതനോതി. ജനന്യാഹ യാതന, തൻ്റെ മാതാവിന് യാതനകൾ, ബുദ്ധിമുട്ടുകൾ, വയ്യായികൾ, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? അതിനുത്തരം വളരെ ലളിതമാണ്. ചിങ്ങൻ രാശിയുടെ 4ാം ഭാവം വൃശ്ചികൻ രാശിയാകുന്നു. ആ വൃശ്ചികൻ രാശിയിലേക്ക് സൂര്യൻ നോക്കുന്നു. അതിനാൽ അമ്മയ്ക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നു, മാതാവിന് അരിഷ്ടതകളും യാതനകളും ഉണ്ടാകുന്നു. ക്ലമസംഭവേത്, വളരെയധികം ശാരീരികമായി ക്ഷീണിക്കുന്നു. കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. വല്ലഭേഹി വിപ്രയോഗ, തനിക്ക് പ്രിയപ്പെട്ട ആളുകളുമായി വിപ്രയോഗം, വിയോഗമുണ്ടാകുന്നു, അകന്നു പോകുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടവത്തിലെ സൂര്യനൊരു ഫലമുണ്ട്, വനിതാ ദ്വിട്ട്, സ്ത്രീകളുമായി ദ്വേഷിക്കും, ശത്രുത ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ ചില സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങൾ പൊട്ടിപ്പോവുക, തകർന്നു പോവുക, പരസ്പരം പ്രേമം തകർന്നു പോവുക, ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, കർമ്മമേഖലയിൽ അതുവരെ തന്നെ സഹായിച്ച പല സ്ത്രീകളും ഏതെങ്കിലും വിഷയത്തിൽ താനുമായി അകന്നു നിൽക്കുക, അങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്പരം അകൽച്ച, അത് തന്നെ ബാധിക്കാതെ നോക്കണം. ആരെ? ചിങ്ങൻ രാശിക്കാർ. സ്വതവേ ചിങ്ങൻ രാശിക്ക് ഒരു പ്രത്യേകതയുണ്ട്, സ്ത്രീ ദ്വേഷ്യഹാന, സ്ത്രീകളിൽ അധികം അടുക്കുകയില്ല ചിങ്ങൻ രാശിക്കാർ. അതിനാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ജാഗ്രത പുലർത്തുന്നത് വളരെയധികം നല്ലതാണ്. ഏതായാലും ഇടവൻ രാശിയിൽ പ്രവേശിച്ച ഈ സൂര്യൻ വളരെയധികം നന്മകൾ ചെയ്യും. പലപ്പോഴും ദേവാലയം, മന്ദിരങ്ങൾ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മുതലായ സ്ഥലങ്ങളിൽ ഇലക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നോമിനിയാകുക, അതിനെ തലപ്പത്തെത്തുക, അപ്രകാരം അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റി ഇതിൻ്റെ പദവിയിലെത്തി അതിനെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കുവാനുള്ള വിജയപ്രദങ്ങളായ മന്ത്രങ്ങളും കാര്യങ്ങളും ദൗത്യങ്ങളും നിർവഹിക്കുവാൻ ചിങ്ങൻ രാശിക്കാർക്ക് 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സൂര്യൻ പര്യാപ്തമാകും. ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര വഴിപാടുകൾ ചെയ്യുക, ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.